അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ മുഹമ്മദ് ഷാ, ഇതിൽ ഏറ്റവും പ്രധാനത ഇപ്പോൾ വിധി വരുമ്പോൾ നമുക്കറിയാം 10 പ്രതികൾ ഉണ്ടായിരുന്നു. അതിൽ 8ാം പ്രതിക്ക് എന്ത് ശിക്ഷ ലഭിക്കുമെന്നുള്ളത് നമ്മളെല്ലാവരും നോക്കിക്കണ്ടത് ദിലീപ് എന്നൊരു വ്യക്തി ആയതുകൊണ്ടല്ല, പക്ഷേ ഒരു ഗൂഢാലോചന നടത്തിയത് ഇതിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ ആണ് എന്ന് പലതരത്തിലുള്ള തെളിവുകളിലൂടെ നമ്മളൊക്കെ വിശ്വസിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വിധി വരുമ്പോൾ ആദ്യമായി താങ്കൾക്ക് എന്താണ് തോന്നിയത്? ഇത്തരമൊരു കേസിൽ കോൺസ്പിറസിയിലാണ് ദിലീപിനെ പ്രതി ചേർത്ത് വെച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇല്ലാത്തൊരു മാറ്ററാണ്. ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ആയുള്ള ആളുകളെ ഏകദേശം എല്ലാവരെയും തന്നെ കൺവിക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കോൺസ്പിറസി തെളിയിക്കുക എന്നത് ഒരു നല്ല ടാസ്ക് തന്നെയാണ്. അത് ബുദ്ധിമുട്ട്, അത് അത്ര ഈസിയായ കാര്യമല്ല. അതിന്റെ ഉത്തരവാദിത്തം പ്രോസിക്യൂഷൻ്റെതാണ്. പ്രോസിക്യൂഷൻ കോൺസ്പിറസി തെളിയിക്കുക എന്നുള്ളതാണ്. കേസ് കണ്ടസ്റ്റ് ചെയ്യേണ്ട ചുമതലയെ പ്രോസിക്യൂഷനുള്ളൂ. അത് നല്ല രീതിയിൽ കണ്ടസ്റ്റ് ചെയ്താൽ ആ കേസിന് നമ്മൾ ഫ്രെയിം ചെയ്ത, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫൈനൽ റിപ്പോർട്ടിൽ ചാർജിൽ പറഞ്ഞിരിക്കുന്ന അലിഗേഷൻസ് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയണം പ്രോസിക്യൂഷൻ. ഇവിടെ ദിലീപിന്റെ കേസിൽ ആ കോൺസ്പിറസി പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഡെഫിനറ്റ് ആയിട്ടും ആ വിധി പ്രകടനത്തിൽ അതിന്റെ റീസണും ഉണ്ടാകും. നമ്മൾ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, ഒരിക്കലും ഇമോഷണൽ ആയിട്ടല്ല ഒരു ജഡ്ജ്മെന്റിനെ കാണുന്നത്. വിധിയും ഒരു ട്രയലിനെ ഇമോഷണൽ ആയിട്ടല്ല, അതിന്റെ മെറിറ്റിലും അതിന്റെ ഫാക്ട്സിന്റെയും ഇവാലുവേഷൻ വെച്ച് നമുക്ക് കാണും. വിധി നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ വരാതിരുന്നാൽ നമുക്ക് വിഷമമുണ്ടാകും, വേദന ഉണ്ടാകും. അത് മറ്റൊരു കാര്യമാണ്. നമ്മുടെ ഈ ജുഡീഷ്യൽ സിസ്റ്റം നിലനിൽക്കണമെങ്കിൽ സത്യസന്ധമായ ആ ഒരു പ്രിസൈഡിംഗ് ഓഫീസറുടെ കോൺഷ്യൻസിന് കിട്ടുന്ന ബോധ്യം, ആ ബോധ്യത്തിന് ഉതകുന്ന തെളിവുകൾ, ആ തെളിവുകൾ ഇതിന് സഫീഷ്യന്റ് ആണെന്നുള്ള ആ പ്രിസൈഡിംഗ് ഓഫീസറുടെ കോൺഫിഡൻസ് ആണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കൺവിക്ഷൻ ആണ് ആ വിധിയിലേക്ക് നമ്മളെ എത്തിക്കേണ്ടത്. ഇവിടെ ഈ കൊടുത്ത തെളിവുകൾ ദിലീപിനെ ശിക്ഷിക്കാൻ സഫീഷ്യന്റ് അല്ല എന്ന് ആ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതെന്തുകൊണ്ട് എന്നത് വിധി പകർപ്പ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, മോറൽ കൺവിക്ഷൻസ് ഒന്നും റിക്വയർഡ് അല്ല നമ്മുടെ രാജ്യത്ത്. പബ്ലിക് അജിറ്റേഷൻസോ അല്ലെങ്കിൽ സെൻസേഷണലിസമോ പ്രത്യേക സാഹചര്യങ്ങളോ ഒന്നുമല്ല വിധിയിൽ റിഫ്ലക്ട് ചെയ്യേണ്ടത്. വിധിയിൽ റിഫ്ലക്ട് ചെയ്യേണ്ടത് അതിന്റെ ഫാക്ട്സും അതിന്റെ തെളിവുകളും തന്നെ. അപ്പോൾ അതെന്താണ് എന്ന് നമ്മൾ പ്രതിപാദിക്കാതെ നമ്മളിതിനെ ഇമോഷണലായി കാണേണ്ടതില്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ബേസിക് ആയിട്ട് പ്രോസിക്യൂഷൻ എങ്ങനെ അത് പ്രസന്റ് ചെയ്തു, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് എങ്ങനെയാണ് ഒരു ചാർജ് കൊടുത്തത്, ആ ചാർജ് പ്രത്യേകിച്ച് 376 പോലുള്ള ഒഫൻസസ് വരുമ്പോൾ അതിന് പബ്ലിക്കിന് അതിലേക്കുള്ള ആക്സസ് വളരെ കുറവാണ്. നമ്മളുൾപ്പെടെ, മാധ്യമങ്ങൾ ഉൾപ്പെടെ, ഞങ്ങളെ പുറത്ത് നിൽക്കുന്ന അഭിഭാഷകർ ഉൾപ്പെടെ നമുക്ക് ആക്സസ് ഇല്ല. ആക്സസ് ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ അഭിപ്രായം പറയുന്നത്. അതിൽ ആക്സസ് പൂർണ്ണമായിട്ടുള്ളത് കോടതിക്കാണ്. പിന്നെ നടത്തിയ അഭിഭാഷകർക്കും അതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിധി വന്നിരിക്കുന്നു. ആ വിധിയിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം, ഈ കുറ്റകൃത്യം ഈ എറണാകുളം പട്ടണത്തിൽ വെച്ച് നടത്തിയ ക്രിമിനൽസ് ആയിട്ടുള്ള 6 പേരെ കൺവിക്ട് ചെയ്തു എന്നൊരു പോയിന്റ് ഉണ്ട്. ആ കൺവിക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് നമുക്കറിയാം, നമ്മുടെ ഇ.ടി. തോമസ് MLA ആ ദിവസത്തെ ഇടപെടലാണ്. സത്യത്തിൽ അദ്ദേഹം അതിനകത്ത് ആ മൊമെന്റിൽ ഇടപെട്ടു. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പറയുന്നത് കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആളുകൾ, ഗൂഢാലോചനയിൽ പങ്കുള്ള ആളുകൾ, അവരെല്ലാം ശിക്ഷിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. നമ്മളൊക്കെ ആഗ്രഹിച്ചത് അത്ര അജിറ്റേഷൻസ് ഒക്കെ നടത്തിയിരുന്നു. ഇന്നൊരു കോടതി വിധി വരുമ്പോൾ ആ കോടതി വിധിയിൽ കോടതിയുടെ കോൺഷ്യൻസിനുള്ള ബോധ്യമാണ് ആ വിധിയിൽ വരുന്നത്. അത് ഇങ്ങനെയാകാൻ പാടുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് അപ്പീൽ കൊടുക്കാനുള്ള അധികാരം പ്രോസിക്യൂഷനുണ്ട്, വിക്ടിമിനുണ്ട്, അവർക്കത് കൊടുക്കാം. പക്ഷെ ഇന്നത്തെ ദിവസം ആ വിധിയിൽ കോടതിക്ക് ബോധ്യം വന്നിട്ടില്ല. പ്രോസിക്യൂഷന്റെ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ ഫ്രെയിം ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിൽ ദിലീപ് ഇതിനകത്ത് ഗൂഢാലോചന ചെയ്തു എന്ന് സംശയലേശമന്യേ ബോധ്യപ്പെടാൻ കോടതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ഫാക്റ്റാണ്. നമ്മുടെ എല്ലാ സിസ്റ്റത്തിലും ഇപ്പോൾ നമ്മുടെ മീഡിയ എന്ന് പറയുന്നത് 4th എസ്റ്റേറ്റാണ്. റെസ്പോൺസിബിൾ ആയിട്ട് വേണം നമ്മൾ ഇതിനെയൊക്കെ കാണാൻ. ജുഡീഷ്യറി അതിന്റെ തേർഡ് ലെവലിലുള്ള ഒരു ലിംബാണ്. അപ്പോൾ ജുഡീഷ്യറി എപ്പോഴും ജഡ്ജ്മെന്റ് പറയുമ്പോൾ മറ്റൊന്നും അതിൽ ലെജിസ്ലേച്ചറോ എക്സിക്യൂട്ടീവോ 4th എസ്റ്റേറ്റോ ഒന്നും സ്വാധീനിക്കപ്പെടാൻ പാടില്ല. അവരുടെ മുമ്പിലുള്ള തെളിവുകളാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കോൺസ്പിറസി ആയിട്ടുള്ള ഒരു കേസ് കൊണ്ടുവരുമ്പോൾ അത് തെളിയിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. പെർസെൻറ്റേജ് ഓഫ് കൺവിക്ഷൻ പറഞ്ഞാൽ വളരെ റെയറായിട്ട് കോൺസ്പിറസി ആംഗിളിൽ നമുക്ക് ശിക്ഷിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സാധാരണഗതിയിൽ പ്രോസിക്യൂഷൻ ഒരു കോൺസ്പിറസി ഇതുള്ള ഒരു ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ തന്നെ എല്ലാ തെളിവുകളും അതിനകത്തുണ്ട് എന്ന് ഉറപ്പാക്കും. അങ്ങനെ ഉറപ്പാക്കിക്കൊണ്ടേ കൊടുക്കുള്ളൂ. കാരണം ഈ കൊടുത്തതിനെ ബേസ് ചെയ്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ചാർജ് ഷീറ്റിനെ പ്രൂവ് ചെയ്യലാണല്ലോ ട്രയൽ.
അത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് തെളിവുകളാണ്. ഡോക്യുമെന്ററി എവിഡൻസസ് കൊടുക്കണം, അതുപോലെ തന്നെ മൊഴികൾ, സാക്ഷി മൊഴികൾ കൊടുക്കണം. ആ സാക്ഷി മൊഴികൾ ചുമ്മാ ഒരു പ്രീപോണ്ടറൻസസ് ഒന്നും പോരാ. നമുക്കങ്ങനെ തോന്നുന്നു, അങ്ങനെയുള്ള സാഹചര്യമുണ്ട്, അത് പോരാ. കോൺസ്പിറസി പ്രൂവ് ചെയ്യണമെങ്കിൽ തെളിവുകൾ തന്നെ വേണം. ആ തെളിവുകൾ കിട്ടിയിട്ടില്ല എന്നാണ് ഇപ്പൊ കരുതാനുള്ളത്. അത് കൊടുക്കാനും പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്നാണ് ഇപ്പൊ നമുക്ക് കരുതാൻ സാധിക്കുള്ളൂ. നമ്മൾ പിന്നെ എല്ലാവരും വല്ലാതെ ഇമോഷണലായിട്ട് ഇതിനെ കാണേണ്ടതില്ല. 6 പേരെ ശിക്ഷിച്ചിട്ടുമുണ്ട്. 6 പേര് അത് പ്രധാനപ്പെട്ട പ്രതികൾ, നേരിട്ട് കൃത്യം ചെയ്ത പ്രതികൾ. ആ കുറ്റകൃത്യം ചെയ്യുന്നതിനുള്ള പ്രേരണ അല്ലെങ്കിൽ ആ കുറ്റകൃത്യം ചെയ്യാനുള്ള ഗൂഢാലോചന തീർച്ചയായിട്ടും ശ്രീ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അത് തന്നെയാണ്. 6 പേരെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മുഖവിലേക്ക് എടുക്കുന്നു. പക്ഷെ അവർ കൂലിക്കെടുത്ത ആളുകളായിരുന്നു, അവരെ കൂലിക്ക് വെച്ചതാരാണ്, അതിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിന്റെ ഒരു നിരാശ മാത്രമാണ് അല്പസമയം മുമ്പ്